ഇപ്പോൾ LDF കൺവീനർ TP രാമകൃഷ്ണൻ വയനാട് ദുരന്തത്തിന് ഇരയായ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ, അവരെ പുനരധിവസിപ്പിക്കാൻ ഒരു സഹായവും കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നില്ല. അപ്പോൾ പുനരധിവാസത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, വയനാട്ടിലെ സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റത്തക്ക നിലയിലുള്ള ഒരു പൊതു സമീപനം കേരള ബഡ്ജറ്റ് വീണ്ടും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകുന്നതിലും എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള കുടിശ്ശിക നൽകുന്നതിനുള്ള കാഴ്ചപ്പാടും ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പുതിയ പദ്ധതികളും ഭാവി കേരളത്തിൻ്റെ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള നിക്ഷേപങ്ങൾ സമാഹരിക്കുന്നതിനുള്ള നാനാതരത്തിലുള്ള പുതിയ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി, ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി മുന്നോട്ട് വെക്കാൻ കേരള ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഒരു ബദൽ നയത്തിൻ്റെ ഭാഗമാണ്. ആ നയം കൂടുതൽ ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ ഇന്നിപ്പം ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാലൻ അവതരിപ്പിച്ച ബജറ്റിലൂടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഭാവി ജീവിതത്തിന് ഏറെ സഹായകരമാകുന്ന ഒന്നായി ഇത് മാറും. ഈ ക്ഷേമ പെൻഷൻ വർധനവ് ഇതുവരേക്കും നടപ്പിലാക്കിയിട്ടില്ല. 100 രൂപയെങ്കിലും കൂട്ടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുക? അല്ല, ക്ഷേമ പെൻഷൻ നിലവിലുള്ളത് പൂർണ്ണമായും കുടിശ്ശിക തീർത്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കൽ തന്നെയാണ് പ്രധാനം. മാത്രമല്ല, വയനാട് പുനരധിവാസത്തിനായി കേന്ദ്ര സർക്കാർ സഹായം ചെയ്യാത്ത പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് കേരളത്തിന് ചെയ്യാൻ കഴിയുക എന്ന ബജറ്റിൽ പറയുന്നുണ്ട്.